ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണനാളുകൾക്ക് ശേഷം മലയാള സിനിമയെ തേടി വീണ്ടും സൂപ്പർ താരങ്ങളുടെ സിനിമകൾ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഇത്തവണ സൂപ്പർ താരങ്ങളുടെ മലയാളം സിനിമകൾ മാത്രമല്ല അന്യഭാഷാ സിനിമകൾ കൂടി റിലീസ് ആകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിലൊരു സിനിമ DS ഹീറോ എന്ന സിനിമയാണ്. പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ഹൊറർ ത്രില്ലർ സിനിമ ഈ മാസം അവസാനം ഒക്ടോബർ 30 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണ്. ഇതുവരെ വന്ന വീഡിയോ കണ്ടന്റ്സിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് DS ഹീറോ. രണ്ടാമത്തെ സിനിമ നവംബർ ആദ്യ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടന്റെ സിനിമയാണ് ഋഷഭ എന്ന സിനിമയാണത്. ചിത്രം ഒരു മലയാളം സിനിമയല്ല, അന്യഭാഷാ സിനിമയാണ്. ലാലേട്ടന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമ ഋഷഭ നവംബർ 6 തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ 2025 ഈ വർഷം തൂക്കിക്കഴിഞ്ഞ ലാലേട്ടന്റെ അവസാനത്തെ ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടി ഋഷഭ എന്ന സിനിമയ്ക്കുണ്ട്. അടുത്തത് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ കുറിച്ചാണ്. പൃഥ്വിരാജ് നായകനായി എത്തുന്ന വിലായത്ത് ബുദ്ധയും നവംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു ചന്ദനക്കടത്തുകാരന്റെ കഥയുമായിട്ട് എത്തുന്ന പൃഥ്വിരാജിന്റെ മാസ് എന്റർടൈനർ സിനിമ കൂടിയാണ് വിലായത്ത് ബുദ്ധ. നവംബർ മാസം പകുതിയോടെ നവംബർ 14 തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇതേ നവംബർ മാസം പകുതിയോടെയാണ് ദുൽഖറിന്റെ കാന്ത എന്ന സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. കാന്ത ആ റിലീസിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിലായത്ത് ബുദ്ധ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നാൽ ഉറപ്പായിട്ടും ദുൽഖർ വേഴ്സസ് പൃഥ്വിരാജ് ക്ലാഷ് നവംബർ മാസം പകുതിയോടെ തിയേറ്ററുകളിൽ കാണാം. കാന്ത ലാലേട്ടന് ഋഷഭ പോലെ തന്നെ ദുൽഖറിന് ഒരു അന്യഭാഷാ സിനിമ കൂടിയാണ്. വീഡിയോയിൽ 5ാമത്തെ സിനിമയുടെ അപ്ഡേറ്റ്, അത് കളങ്കാവൽ അപ്ഡേറ്റ് ആണ്. ബോക്സ് ഓഫീസിലാണെങ്കിലും സിനിമയിലാണെങ്കിലും വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണല്ലോ മമ്മൂട്ടി കളങ്കാവൽ എന്ന സിനിമയിലൂടെ. ഇനിയും റിലീസ് തീയതി ഉറപ്പായിട്ടില്ലെങ്കിൽ പോലും നവംബർ അവസാനത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. നിലവിൽ മമ്മൂട്ടിയുടെ ഡബ്ബിംഗ് ആണ് ഈ സിനിമയ്ക്കായിട്ട് ഇനി ബാക്കിയുള്ളത്. നിവിൻ പോളിയുടെ 2 സിനിമകൾ നിലവിൽ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സിനിമകളായിട്ടുണ്ട്. അതിലൊന്ന് നിവിൻ നിർമ്മിച്ച നിവിൻ കാമിയ റോളിൽ എത്തുന്ന ഡിയർ സ്റ്റുഡൻസ് ആണെങ്കിൽ മറ്റൊന്ന് ബേബി ഗേൾ എന്ന നിവിൻ പോളി നായകനായി എത്തുന്ന സിനിമയാണ്. ഈ 2 സിനിമകളിൽ ഒരു സിനിമയെങ്കിലും നവംബർ മാസം അവസാനത്തോടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത 1.5 മാസത്തിനിടയിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. കാത്തിരിക്കാം ഓരോ സിനിമകളുടെ റിലീസിനായിട്ട്.